ചില ആളുകളുടെയൊക്കെ ഒരു മിഥ്യാധാരണ എന്താണെന്ന് ചോദിച്ചാൽ ഈ ജാതിയും മതവും സമുദായവും എല്ലാം പറഞ്ഞ് അത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് നടന്നാൽ അതെല്ലാമാണ് കാര്യങ്ങൾ. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പകരം അതൊരു ടിപ്പണിയായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ അങ്ങനെ കാണുന്നവരേ അല്ല. നിങ്ങളുടെ എല്ലാം നല്ല മനസ്സുപോലെ അങ്ങനെ തന്നെ ആവട്ടെ, അത് തന്നെ ആവട്ടെ. അത് മൂന്നാമത്തെ തവണയല്ല, മത്സരിക്കുന്നത് ഇപ്പോൾ നാലാമത്തെ തവണയാണ്. ആദ്യം 14 ലോക്സഭയിലേക്ക് മത്സരിച്ചു. അതാകെ ഒരു 18 മാസക്കാലം മാത്രം ഉണ്ടായിരുന്ന ഒരു ഹ്രസ്വമായ ഒരു കാലയളവ്. ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയം പഠിക്കാനും രാഷ്ട്രീയം പറയാനും രാഷ്ട്രീയം പ്രസംഗിക്കാനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനൊക്കെ വലിയ പ്രയാസകരമാണ്. ചില ആളുകളുടെയൊക്കെ ഒരു മിഥ്യാധാരണ എന്താണെന്ന് ചോദിച്ചാൽ ഈ ജാതിയും മതവും സമുദായവും എല്ലാം പറഞ്ഞ് അത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് നടന്നാൽ അതെല്ലാമാണ് കാര്യങ്ങൾ. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പകരം അതൊരു ടിപ്പണിയായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ അങ്ങനെ കാണുന്നവരേ അല്ല. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കിടയിൽ ജനങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളെല്ലാവരും നടത്തുന്നു. ഈ നാടിൻ്റെ വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ജനങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു, തുടർന്നും അങ്ങനെ തന്നെ ഏറ്റെടുക്കും. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞോട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളനുസരിച്ചും നാട്ടിലെ നിയമാനുസരണം എന്താണോ കാര്യങ്ങൾ, നീതിന്യായ വ്യവസ്ഥ, നീതിന്യായ വാഴ്ച, അതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അവർക്ക് അവരുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി, അത്രയേ ഉള്ളൂ. അവരുടെ വഴിയിലേക്ക് ഞങ്ങൾ നോക്കിയിട്ട് എന്താ കാര്യം? ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മാരത്തോൺ ഓടുന്നതിനെ പോലെ ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ഓട്ടം, എൻ്റെ ലക്ഷ്യം എൻ്റേതായിട്ടുള്ളത് പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. ഡോക്ടർ എ സമ്പത്ത് എന്നുള്ള ആ ഔദ്യോഗിക പേജിൽ തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്, നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങൾ, ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം നമ്മുടെ ചങ്ങാതിമാരിൽ നിന്ന് ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ അവരിൽ നിന്നൊരു പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദെയർ റെസ്പോൺസ്. അപ്പോൾ ഈ നേരത്തെ ചില കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കിനിയും അത് പറഞ്ഞുകൊണ്ട് നടക്കണമെങ്കിൽ അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കാം അത്തരം കാര്യങ്ങളിൽ. പിന്നൊരു കാര്യം കൂടി ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് എല്ലാവരും ചങ്ങാതിമാരാണ്. ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ പർവ്യൂവിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ അത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇഫ് ദേ വാണ്ട് ടു ലിവ് ഇൻ സം ജുറാസിക് പാർക്ക് ഓർ ഇൻ ജുറാസിക് ഇറ ദേ ക്യാൻ ആൻഡ് ദേ മേ എൻജോയ് ഇറ്റ് ഓൾസോ. പക്ഷേ അത് ജനങ്ങളുടെ മേലേക്ക്, എൻ്റെ മേലേക്കും അല്ല, അതെല്ലാം അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവരാഗ്രഹിക്കുന്ന നിലയിലെല്ലാം എൻ്റെ വായിക്കകത്ത് വിരലിട്ട് തോണ്ടി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അത്തരത്തിലുള്ള ഒരു വർത്തമാനമൊന്നും എൻ്റെ വായിൽ നിന്ന് വരില്ല. ഞാൻ അത്തരം കാര്യങ്ങളിൽ വളരെ മര്യാദകൾ, ബിക്കോസ് മൈ റിക്വസ്റ്റ് ഇസ് ഡോണ്ട് പുട്ട് ദെയർ വേർഡ്സ് ഇൻ ടു മൈ മൗത്ത്, അത്രയേ ഉള്ളൂ. അല്ല, ഈ ആർക്കെങ്കിലും ഇനി ജാതി തിരിച്ച് കണക്കും സമുദായം തിരിച്ച് കണക്കും സമുദായം തിരിച്ചുള്ള കണക്കെടുപ്പ് കൊണ്ട് ആർക്കെങ്കിലും സായുജ്യം അടയണമെങ്കിൽ അവരായിക്കോട്ടെ. ഞങ്ങൾക്കതിനൊന്നും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പുറകെ പോകാനൊന്നും കഴിയില്ല. രാഷ്ട്രീയമാണ്, പച്ചയായ രാഷ്ട്രീയമാണ്. ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയ തീരുമാനമാണ്. നോട്ട് നിരോധനം രാഷ്ട്രീയ തീരുമാനമാണ്. ഗൃഹപാഠം ചെയ്യാതെയുള്ള GST അത് രാഷ്ട്രീയ തീരുമാനമാണ്. ഈ അതിർത്തിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള ചില എക്സർസൈസുകൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന പരത്തുന്നതായിട്ടുള്ള ചില യൂഫോറിയ അത്തരത്തിൽ രൂപീകരിക്കാൻ, അങ്ങനെ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്നതായിട്ടുള്ള ചില പരിശ്രമങ്ങൾ, അത്തരം കാര്യങ്ങൾ അത് നമ്മുടെ അയൽരാജ്യങ്ങളുമായി നല്ല ബന്ധത്തിൽ പോകുന്നതിന് പകരം അയൽരാജ്യങ്ങളുമായി മോശപ്പെട്ട ബന്ധങ്ങളിലേക്ക് പലയിടങ്ങളിലും പോവുക. നമുക്ക് നല്ല അയൽക്കാരെ നമ്മൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തണം. നമുക്കിപ്പോൾ എന്താ, വി മേ ബി ഏബിൾ ടു ചൂസ് അവർ ഫ്രണ്ട്സ്. സുഹൃത്തുക്കളെ നമുക്ക് അത്തരത്തിൽ ചിലപ്പോൾ തിരഞ്ഞെടുക്കാനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും. അയൽക്കാരെ ഒന്നും നമുക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഉള്ള അയൽക്കാരുമായി നല്ല ബന്ധത്തിൽ പോകണം. അതൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിങ്ങൾക്കൊരു റോൾ മോഡലായി പള്ളിക്കൂടം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പാർലമെൻറ്റിൽ വരാത്ത പ്രധാനമന്ത്രിയെ പള്ളിക്കൂടത്തിൽ കുട്ടികൾ പോകണം എന്ന് പറഞ്ഞിട്ട് നല്ല കുട്ടികളായിരിക്കണമെന്ന് എങ്ങനെയാണ് നിങ്ങൾ റോൾ മോഡലായി പറയുക? ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ സമുദായം 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 ഇത് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എനിക്കൊരു സമുദായമുണ്ട്. ആ സമുദായം മാനവികതയാണ്, മനുഷ്യ സമുദായമാണ്. ഇവിടെ അയ്യ വൈകുണ്ഠസ്വാമികൾ പറഞ്ഞതുപോലെ ഒன்றേ കുലം ഒன்றേ ജാതി എന്നതും ശ്രീനാരായണ ഗുരു ഉദ്ഘോഷിച്ചതുപോലെ ഇവിടെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത്. എൻ്റെ നിറം തന്നെ നാടിൻ്റെ നിറമാണ്. എൻ്റെ മണം നിങ്ങൾ മണപ്പിച്ച് നോക്കിയാൽ ഈ നാടിൻ്റെ മണമാണ്. മഴ പെയ്യുമ്പോൾ മണ്ണിനുണ്ടാകുന്ന ഗന്ധമാണ് എൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം എന്നത്. ഞാൻ ഈ നാടിൻ്റെ പുത്രൻ തന്നെയാണ്. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം തന്നെയാണ് പറയാനുള്ളത്. രാഷ്ട്രീയമേ പാർലമെൻറ്റിലും പുറത്തും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനൊരു രാഷ്ട്രീയ ജീവിയും തന്നെയാണ്. ജനങ്ങൾ അങ്ങനെ തന്നെയാണ് എന്നെ കണ്ടിട്ടുള്ളത്. അവിടെ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചെറിയ പെട്ടിക്കകത്താക്കി, ഏതെങ്കിലും ഒരു ഭണ്ഡാരത്തിനകത്താക്കി, ഏതെങ്കിലും ഒരു കുപ്പിക്കകത്താക്കി, ഒരു ഫ്രെയിമിനകത്താക്കി, അങ്ങനെയെല്ലാം ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ചുരുക്കാനായി ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് അത്തരം മോഹങ്ങളുമായി അത്തരത്തിൽ നടന്നു നീങ്ങാം. മോഹഭംഗങ്ങൾ അവരെ തേടിയെത്തട്ടെ.
CPM ഇവിടെ ഒന്നും പ്രതികൂലമായി ബാധിക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഞങ്ങൾ പെട്ടിയും തൂക്കി വന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് വരുന്നവരല്ല. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. തെരഞ്ഞെടുപ്പുകൾ വരും പോകും. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും. ഞങ്ങൾ ജനങ്ങളുടെ ഭാഗമാണ്. ഞങ്ങൾ ഈ നാടിൻ്റെ ഭാഗമാണ്. ഈ നാടിനെ ഈ വിധത്തിൽ കൈപിടിച്ചു നടത്തിയതിൽ നവോത്ഥാന നായകന്മാരിൽ നിന്ന് ആ ദീപശിഖ ഏറ്റുവാങ്ങി മുന്നോട്ട് കൊണ്ടുപോയത് ചെങ്കൊടി പിടിക്കുന്ന പ്രസ്ഥാനമാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഞാൻ ഈ പേരുകളൊന്നും സമയച്ചെടുക്കം കൊണ്ട് പറയുന്നില്ല. അത് മുന്നോട്ട് കൊണ്ടുപോയതിൽ CPM ഉൾപ്പെടെയുള്ള പുരോഗമനകാംക്ഷികളായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും എല്ലാം അതിൽ പങ്കുണ്ട്. ആരെയും ഞാനതിൽ കുറച്ച് കാണുന്നില്ല. എല്ലാം സംബന്ധിച്ച് LDFിൻ്റെ വികസന രേഖയിൽ സമ്പത്തിന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വികസന രേഖയിൽ എല്ലാ മേഖലകളെക്കുറിച്ചും അത് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൂടി എടുത്ത് നിങ്ങളിതിലേക്ക് പ്രദർശിപ്പിച്ചാൽ അത് വായിക്കുന്ന ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടും. ഒരു വാഗ്ദാനവുമില്ല. ജനങ്ങൾക്കൊപ്പം ജനങ്ങളോടൊപ്പം ജനങ്ങളിൽ ഒരാളായി പാർലമെൻറ്റിൽ ജനങ്ങളുടെ വക്കീലായി തുടരുക എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്തും നിങ്ങളെപ്പോലെ പലരും വന്ന് എന്നോട് ചോദിച്ചു എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങൾ, എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ എന്നുള്ളത്. സമ്പത്ത് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ സ്വപ്നങ്ങളുടെ വ്യാപാരി അല്ല. ഞാൻ യമണ്ടൻ പദ്ധതികളുടെ വിതരണക്കാരനുമല്ല. ജനങ്ങൾ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. കാരണം ഇവിടെ ചില ആളുകളെല്ലാം ബാഴ്സലോണയാക്കാൻ നടക്കുന്നവരുണ്ട്. വേറെ ചില ആളുകൾ അവരുടെ നാട്ടിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഇവിടെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച്. ഈ നാട് തന്നെയാണ്. ഈ നാട്ടുകാർ തന്നെയാണ്. ആറ്റിങ്ങലിനെ കുറിച്ച് നന്നായി അവർ പഠിച്ചിട്ട് വരട്ടെ. ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷ് വെള്ളപ്പട്ടാളത്തിനെതിരായി സാമ്രാജ്യത്വ വിരുദ്ധ കലാപം 1721 വിഷുദിനത്തിൽ നടത്തിയത് നിങ്ങൾ നേരത്തെ പറഞ്ഞ സമുദായം തിരിച്ചുള്ള കണക്കെടുക്കുന്ന ആളുകൾ അറിയേണ്ടത് എല്ലാ സമുദായങ്ങളിലും പെട്ട സാധാരണ മനുഷ്യർ ആണും പെണ്ണും കുട്ടികളും അടക്കം രംഗത്തിറങ്ങി നടത്തിയൊരു കലാപമുണ്ട്. ആ കലാപത്തിൻ്റെ തുരിശേഷിപ്പ് ഇപ്പോഴും അഞ്ചുതെങ്ങ് കോട്ട കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. ഈ ആറ്റിങ്ങലിൽ നിന്നാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ആദ്യ നാളുകളിലേക്കുള്ള തിരിനിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ധനം പകർന്നു നൽകിയത്. വക്കം ഖാദറിൻ്റെ നാടാണ് ആറ്റിങ്ങൽ എന്നുള്ളത് മറന്നു പോകരുത്. അന്ത്യ അഭിലാഷമായി ബ്രിട്ടീഷ് കോടതി ചോദിക്കുമ്പോൾ പട്ടാളക്കാരനോട് പറഞ്ഞത് തൻ്റെ വാപ്പയ്ക്ക് അവസാനമായി എഴുതിയൊരു കത്തുണ്ട്. വിശ്വപ്രസിദ്ധമായ കത്താണ്. പ്രിയപ്പെട്ട വാപ്പ എന്ന് തുടങ്ങുന്നതായ ഒരു കത്തുണ്ട്. ആ കത്തെഴുതി കൊടുത്തതിന് ശേഷം പറഞ്ഞത് മദ്രാശി കടപ്പുറത്ത് വെച്ച് നിങ്ങൾ എന്നോടൊപ്പം അറസ്റ്റ് ചെയ്ത ഹിന്ദുവായ എൻ്റെ സഹോദരനെ കൂടി നിങ്ങൾ തൂക്കിലേറ്റുക എന്നതാണ്. രാജ്യദ്രോഹ കുറ്റമാണ് ആരോപിച്ചത് വക്കം ഖാദറിൻ്റെ മേൽ. തൂക്കിലേറ്റുമ്പോൾ വെറും 25 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന് പലരുടെ മേലും രാജ്യദ്രോഹ കുറ്റം ആരോപിക്കുകയാണ്, ദേശദ്രോഹ കുറ്റം ആരോപിക്കുകയാണ്. എൻ്റെ മുഖം നിങ്ങൾ പകർത്തുന്ന ഇവിടെ ഈ മണ്ണിൽ വെച്ചാണ് 3 വയസ്സുള്ള സമ്പത്ത് എന്ന കുട്ടി ഈ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയുന്നതിന് മുമ്പ് കിടക്കപ്പായിൽ അവൻ്റെ അച്ഛനെ ഇവിടെ വിസിലടിയുടെ ശബ്ദവും ഈ മണ്ണിൽ പോലീസിൻ്റെ ബൂട്ട്സിൻ്റെ പിടികിട്ടാപ്പുള്ളിയെ പിടിക്കാൻ വരുന്നത് പോലെയുള്ള വല്ലാത്ത ആക്രാന്തവും വെപ്രാളവും കഥകിൽ മുട്ടും മിസ്റ്റർ അനിരുദ്ധനുണ്ടോ എന്ന് ചോദിക്കുന്നതും അർദ്ധരാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരു 1964 ക്രിസ്മസ് ഈവിൻ്റെ അന്നേ ദിവസം അങ്ങനെ എൻ്റെ അച്ഛൻ ജയിലിലേക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടി തെക്ക് ഈ തിരുവനന്തപുരത്തെ സെൻട്രൽ പ്രison ഉണ്ടല്ലോ പൂജപ്പുരയിൽ, ആ പൂജപ്പുരയിൽ അവിടെ സെൻട്രൽ പ്രison എൻ്റെ അച്ഛൻ 1.5 കൊല്ലക്കാലം തടവ് പുള്ളിയായിരുന്നു. ഇന്ന് പലരും ഈ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും കോടതി നടപടികളെക്കുറിച്ചും എല്ലാം പറയും. ഞാൻ LLB കഴിഞ്ഞ് LLM കഴിഞ്ഞ് ഞാൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയവനാണ്. കുട്ടികളെ പഠിപ്പിച്ചതാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഞാൻ പഠിപ്പിച്ചതാണ്. എന്നോടൊപ്പം പഠിച്ച പലരുമെല്ലാം ഇന്ന് ജഡ്ജിമാരാണ്, ചിലർ ഹൈക്കോടതി ജഡ്ജിമാരാണ്. വളരെ സന്തോഷം. പക്ഷേ പഴയ 3 വയസ്സുകാരനായ കുട്ടി ചോദിക്കുകയാണ്, ഒരു കുറ്റവിചാരണയും ചെയ്യാതെ ഒരു കുറ്റവും ചെയ്യാതെ ഒരു മനുഷ്യനെ 1.5 കൊല്ലക്കാലം പ്രിവൻറ്റീവ് ഡിറ്റൻഷൻ അനുസരിച്ച് ആ വിധത്തിൽ ജയിലിൽ അടയ്ക്കുകയും സ്വന്തം ഭാര്യയും കുഞ്ഞുമടക്കം അടുത്ത് വർത്തമാനം പറയാൻ ചെല്ലുമ്പോൾ കാക്കി കുപ്പായക്കാർ ഇവർ പറയുന്നത് എന്ത് എന്ന് കൃത്യമായി ഈവ്സ് ഡ്രോപ്പിംഗ് പോലെ കേൾക്കുകയും ചെയ്യുക, ചൈനാചാരം എന്ന മുദ്ര കുത്തുക. ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. അതിനുശേഷം പിന്നീട് ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വേളയിൽ ആറ്റിങ്ങൽ വെച്ചിട്ട് ആറ്റിങ്ങൽ പട്ടണത്തിൽ അവിടെ എൻ്റെ MP ഫണ്ട് ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ചതായിട്ടുള്ള അവിടുത്തെ പാർക്കിൽ, ആ പൊതുപാർക്കിൽ വെച്ച് ചില കോൺഗ്രസ്സുകാരായ ചെങ്ങാതിമാർ എൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് നിങ്ങളുടെ പിതാവ് ഒരു ചൈനീസുകാരനായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു പാകിസ്ഥാൻകാരനാണ് എന്നാണ് പറഞ്ഞത്. ജനങ്ങൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്. എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ജീവിതം എന്നെല്ലാം തന്നെ അതെല്ലാം ഈ പറയുന്ന പൊതുപ്രവർത്തനവും അതെല്ലാം ഭാഗമായിട്ടുള്ളത് ഈ മണ്ണിൻ്റെ രാഷ്ട്രീയവുമായി ചേർന്നുകൊണ്ടാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു വിടുതൽ എനിക്കുണ്ടാകുന്നത് എൻ്റെ അവസാനത്തെ ശ്വാസത്തിൽ മാത്രമായിരിക്കും.